സ്നേഹമുള്ളവരെ, 1 സാമുവേൽ 5-ാം അധ്യായത്തിന്റെ ചോദ്യോത്തര ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, 5-ാം അധ്യായത്തിന്റെ ശീർഷകം എന്ത്? ഉത്തരം പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3, ആരാണ് ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തിയത്? ഉത്തരം ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 4, ദൈവത്തിന്റെ പേടകം ഫിലിസ്ത്യർ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി. ക്വസ്റ്റ്യൻ നമ്പർ 5, ദൈവത്തിന്റെ പേടകം ഫിലിസ്ത്യർ എവിടെ സ്ഥാപിച്ചു? ഉത്തരം അഷ്ദോദിലെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ക്വസ്റ്റ്യൻ നമ്പർ 6, അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ എന്ത് കണ്ടു? ഉത്തരം ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, ജനങ്ങൾ ദാഗോന്റെ ബിംബം എവിടെയാണ് മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്? ഉത്തരം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8, ആരുടെ ബിംബമാണ് കർത്താവിന്റെ പേടകത്തിന് മുന്നിൽ നിലത്ത് മറിഞ്ഞു കിടന്നിരുന്നത്? ഉത്തരം ദാഗോന്റെ ബിംബം. ക്വസ്റ്റ്യൻ നമ്പർ 9, ജനങ്ങൾ അതെടുത്ത് എന്ത് ചെയ്തു? ഉത്തരം യഥാപൂർവം സ്ഥാപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 10, പിറ്റേ ദിവസവും ജനങ്ങൾ ഉണർന്നപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, പിറ്റേ ദിവസം ഉണർന്ന ജനങ്ങൾ ദാഗോന്റെ ബിംബം എപ്രകാരമാണ് കണ്ടത്? ഉത്തരം ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു, ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12, ദാഗോന്റെ ബിംബത്തിന്റെ തലയും കൈകളും അറ്റ് എവിടെ കിടന്നിരുന്നു? ഉത്തരം വാതിൽപ്പടിയിൽ കിടന്നിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13, ദാഗോന്റെ ബിംബത്തിന്റെ അവശേഷിച്ചിരുന്ന ഭാഗം ഏത്? ഉത്തരം ഉടൽ. ക്വസ്റ്റ്യൻ നമ്പർ 14, അഷ്ദോദിലുള്ള ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാതിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്ത്? ഉത്തരം ദാഗോന്റെ ബിംബത്തിന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിലാണ് കിടന്നിരുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാതിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15, ആരൊക്കെയാണ് അഷ്ദോദിലുള്ള ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്? ഉത്തരം ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും. ക്വസ്റ്റ്യൻ നമ്പർ 16, ആരുടെ കരമാണ് അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായത്? ഉത്തരം കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 17, ഏത് ജനങ്ങൾക്കെതിരെയാണ് കർത്താവിന്റെ കരം പ്രബലമായത്? ഉത്തരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. ക്വസ്റ്റ്യൻ നമ്പർ 18, ആരാണ് അഷ്ദോദിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയത്? ഉത്തരം കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 19, അഷ്ദോദിലെയും പരിസരത്തിലുമുള്ള ജനങ്ങൾക്ക് എന്താണ് കർത്താവ് വരുത്തിയത്? ഉത്തരം കുരുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 20, ജനങ്ങൾക്ക് കുരുക്കൾ വരുത്തി കർത്താവ് അവരെ കഷ്ടപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ പറഞ്ഞത് എന്ത്? ഉത്തരം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം ഇവിടെ ഇരിക്കണ്ട, അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞത് ആര്? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 22, അവിടുത്തെ കരം ആരുടെ എല്ലാം മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു എന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്? ഉത്തരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 23, ആരോടാണ് ജനങ്ങൾ ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 24, ഫിലിസ്ത്യ പ്രഭുക്കന്മാർ കർത്താവിന്റെ പേടകം എങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്? ഉത്തരം ഗത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 25, ഗത്തിലെത്തിയപ്പോൾ അവിടെയും കർത്താവ് എന്ത് ചെയ്തു? ഉത്തരം ആ നഗരത്തെയും ശിക്ഷിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 26,
ഗത്തിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം, ആബാലവൃന്ദം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 27. ഗത്തിൽ നിന്ന് കർത്താവിന്റെ പേടകം എങ്ങോട്ടേക്കാണ് എത്തിച്ചത്? ഉത്തരം, എക്രോണിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. എക്രോണിൽ കർത്താവിന്റെ പേടകം കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം, തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 29. എക്രോണിലെ ജനങ്ങൾ എന്ത് പറഞ്ഞു? ഉത്തരം, നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 30. രണ്ടാമതും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചു കൂട്ടിയത് എന്തിന്? ഉത്തരം, ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക എന്ന് തീരുമാനത്തിലെത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. എന്തിനാണ് ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കാമെന്ന് പറഞ്ഞത്? ഉത്തരം, നമ്മെയും അല്ലെങ്കിൽ ഫിലിസ്തീനെയും ഫിലിസ്തീ ജനതയെയും നശിപ്പിക്കാതിരിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. എന്താണ് നഗരത്തെ മുഴുവൻ ബാധിച്ചത്? ഉത്തരം, സംഭ്രാന്തി. ക്വസ്റ്റ്യൻ നമ്പർ 33. നഗരത്തെ മുഴുവൻ സംഭ്രാന്തി ബാധിക്കാൻ കാരണമെന്ത്? ഉത്തരം, ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 34. എങ്ങനെ അവശേഷിച്ചവരെയാണ് കുരുക്കൾ ബാധിച്ചത്? ഉത്തരം, മരിക്കാതെ അവശേഷിച്ചവരെ. ക്വസ്റ്റ്യൻ നമ്പർ 35. ആരുടെ നിലവിളിയാണ് ആകാശത്തേക്ക് ഉയർന്നത്? ഉത്തരം, നഗരവാസികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 36. നഗരവാസികളുടെ എന്താണ് ആകാശത്തേക്ക് ഉയർന്നത്? ഉത്തരം, നിലവിളി. ക്വസ്റ്റ്യൻ നമ്പർ 37. നഗരവാസികളുടെ നിലവിളി എവിടേക്കാണ് ഉയർന്നത്? ഉത്തരം, ആകാശത്തേക്ക്. നന്ദി, നമസ്കാരം.